Let's see two theorems associated with Hermitian operator. The first one is show that eigenvalue of Hermitian operator is real. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂ റിയൽ ആണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് കൺസിഡർ ഐഗൻ വാല്യൂ ഇക്വേഷൻ. എ psi n is an psi n. Then take the inner product with psi n. അപ്പോൾ psi n-ലുള്ള ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ. Then take the inner product with psi n both sides. A psi n is equal to psi n ഇടാം an psi n. ആൻഡ് എ ഇസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താണ്, വി ക്യാൻ റൈറ്റ് ദിസ് എ ടു ദ ലെഫ്റ്റ്. അതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് എ ലെഫ്റ്റിലേക്ക് എഴുതിയാലും ഡിഫറൻസ് ഇല്ല. സോ ദാറ്റ് മീൻസ് എ psi n is equal to psi n an psi n. A psi n എന്താണ്, A psi n is according to this equation A psi n is an psi n second psi n അങ്ങനെ തന്നെ psi n that is equal to an ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ് an psi n psi n. ഇതിൽ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് സ്റ്റാർ ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷനെ സ്റ്റാർ ചെയ്യണം. സോ ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി an സ്റ്റാർ. ലെഫ്റ്റിൽ നിൽക്കുന്നുണ്ട്, ഫസ്റ്റ് ടേം ആയതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ ദർ ഷുഡ് ബി എ സ്റ്റാർ an സ്റ്റാർ psi n is equal to an psi n psi n. ഇത് സെയിം ആണ് ആൻഡ് ദാറ്റ് ഷോസ് an സ്റ്റാർ ഷുഡ് ബി ഈക്വൽ ടു an. an സ്റ്റാറും an-ഉം ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ദാറ്റ് മീൻസ് an is റിയൽ. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദ ഐഗൻ വാല്യൂ ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഇസ് റിയൽ. അതാണ് ഫസ്റ്റ് തിയറം അസോസിയേറ്റഡ് വിത്ത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ആൻഡ് ദർ ഇസ് ഓൾസോ അനദർ തിയറം, that is ഫങ്ഷൻസിനെ പറ്റിയുള്ളൊരു തിയറമാണ് ഐഗൻ ഫങ്ഷൻസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ദാറ്റ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഐഗൻ ഫങ്ഷൻസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഒരു പെർട്ടിക്കുലർ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ ഫങ്ഷൻ. ആ ഐഗൻ ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്താണ്, ദാറ്റ് ബിലോങ് ടു ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ്. ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ് ഉള്ള രണ്ട് ഐഗൻ ഫങ്ഷൻസ്. ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ് ഉള്ള രണ്ട് ഐഗൻ ഫങ്ഷൻ ഓർത്തോഗണലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ടേക്ക് വൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. അതേ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ രണ്ട് ഐഗൻ ഫങ്ഷൻസ് psi m-ഉം psi n-ഉം. അപ്പോൾ അതിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ദേ ഹാവ് ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ an എന്ന് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് ഐഗൻ ഫങ്ഷൻസായി psi m-ഉം psi n-ഉം. ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ സെയിം ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ രണ്ട് ഐഗൻ ഫങ്ഷൻ വിത്ത് ഡിഫറെൻറ്റ് ഐഗൻ വാല്യൂസ്. am നോട്ട് ഈക്വൽ ടു an ആണ്, ഡിഫറെൻ്റ് ആണ്. ആൻഡ് വി ഹാവ് ടു ഷോ, എന്താണ് നമുക്ക് കാണിക്കേണ്ടത്, psi m ആൻഡ് psi n ആർ
ഓർത്തോഗണൽ ആണെങ്കിൽ inner product is 0. So we have these two equations, equation 1 and equation 2. Let's take inner product of psi n with equation 1. ഇപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ psi mൻ്റെ ടേംസിലുള്ള ഇക്വേഷനാണ്. അതിനെ psi n കൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് എടുക്കുക. സോ psi n a psi m is equal to psi n a m psi m. ഒരേപോലെ രണ്ട് സൈഡിനെയും ഇന്നർ പ്രോഡക്റ്റ് എടുത്തു വിത്ത് psi n. And we can write a to the left. അല്ലേ, because a is a Hermitian operator. a ലെഫ്റ്റിലേക്ക് എഴുതാം. a psi n psi m is equal to RHS. അതുപോലെ തന്നെ psi n a m psi m. a m ഒരു ഐഗൻ വാല്യൂ ആയതുകൊണ്ട് റിയൽ ക്വാണ്ടിറ്റിയാണ്. സോ a m psi n psi m. ഇപ്പോൾ ഇവിടെ a psi n എന്താണ്? we know a psi n is a n psi n and psi m. ഇപ്പോൾ ലെഫ്റ്റ് കമ്പോണൻ്റ് ആയതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ എൻ സ്റ്റാർ. അല്ല, എ എൻ സ്റ്റാർ ആയിരിക്കണം, ഫസ്റ്റ് കമ്പോണൻ്റ് ആയതുകൊണ്ട്. ബട്ട് വി നോ എ എൻ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ എൻ. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂ റിയൽ ആണെന്ന് ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് എ എൻ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ എൻ. ബട്ട് ഫസ്റ്റ് കമ്പോണൻറ്റിൽ നിന്ന് എടുത്താലും ഇറ്റ് ഷുഡ് ബി എ എൻ ഇറ്റ് സെൽഫ്. And that means a n psi n psi m is equal to a m psi n psi m. a m not equal to a n. അതായത് നമ്മുടെ കണ്ടീഷനല്ല, രണ്ട് ഡിഫറെൻ്റ് ഐഗൻ വാല്യൂസ് ആണ്. എ എന്നും എ എമ്മും സെയിം അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇഫ് ദിസ് ഷുഡ് ബി ഈക്വൽ then psi n psi m must be 0. a എന്നും എ എമ്മും ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ആകണമെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദാറ്റ് psi n psi m is 0. പിന്നെ പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ദേ ആർ ഓർത്തോഗണൽ. അല്ലെ, ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണ് psi n psi m. സോ വി ഹാവ് പ്രൂവ്ഡ് ദ ഐഗൻ ഫങ്ഷൻസ് belonging to a particular Hermitian operator with two different eigenvalues are orthogonal. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. സോ ദീസ് ആർ ദ ടു തിയറംസ്. ഇത് വേണമെങ്കിൽ പ്രൂഫായിട്ട് ചോദിക്കാം. ഫസ്റ്റ് വൺ, ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂ റിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓർത്തോഗണലാണ് ഐഗൻ ഫങ്ഷൻസ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ കേസാകുമ്പോൾ നമ്മൾ സെയിം ഫംഗ്ഷൻ കൊണ്ടാണ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. സെക്കൻഡിൽ psi എമ്മിൻ്റെ ഇക്വേഷന് psi n കൊണ്ടാണ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ലെറ്റ്സ് സീ വിച്ച് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. There are 5 postulates and the first one is wave function. Wave function. Wave function എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. The state of the system can be completely specified by a function. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ. And the wave function can be a function of coordinates q1, q2, q3 up to qn t. അതാണ് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിൽ കോർഡിനേറ്റ്സിന് പകരം മൊമെൻറ്റമാണ് p1, p2 എക്സെട്ര അപ് ടു pn and t. This is a momentum representation of wave function.
പിന്നെ കണ്ടീഷൻ ഓൺ psi ഒരു വേവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ the condition is that psi and its derivative should be continuous. psiയുടെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. ഇതാണ് കണ്ടീഷൻസ് ഓൺ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് must be finite, single valued and continuous. That is the first postulate. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഇസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. ടു എവറി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒബ്സർവബിൾ എന്ന് പറയും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, ലൈക്ക് മൊമെൻറ്റം, വെലോസിറ്റി, പൊസിഷൻ, അതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഓപ്പറേറ്റർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒബ്സർവബിളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ട്. ആൻഡ് ഫോർ ദ പൊസിഷൻ എക്സ്, ദ ഓപ്പറേറ്റർ ഇസ് എക്സ് ഇറ്റ് സെൽഫ്. മൊമെൻറ്റം പി എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം, അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ് ആണ്. അതുപോലെ പി വൈ മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ വൈ, ആൻഡ് പി ഇസഡ് ഇസ് മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ഇസഡ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ പി ഇസ് മൈനസ് ഐ എച്ച് കട്ട് ഡെൽ എന്ന് പറയുന്നത് ഡെൽ ഓപ്പറേറ്ററാണ്. ദെൻ എനർജിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ് ഇല്ല, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി, അതാണ് എനർജിയുടെ ഓപ്പറേറ്റർ. ദെൻ കൈനറ്റിക് എനർജി നമുക്കറിയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പി സ്ക്വയർ ബൈ 2m ആണ്. പി ഓപ്പറേറ്റർ ഓഫ് പി എന്താണ്? മൈനസ് ഐ എച്ച് കട്ട് ഡെൽ, മൈനസ് ഐ എച്ച് കട്ട് ഡെൽ സ്ക്വയർ ബൈ 2m ആണ് കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്റർ വി തന്നെയാണ്, വി എക്സ് വൈ ഇസഡ്, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോം ഓഫ് വി. വിയുടെ ഫോം എന്താണ്, എക്സ്പ്രഷൻ എന്താണ്, അതനുസരിച്ച് ഏതാണോ അത്. പല ഫിസിക്കൽ സിറ്റുവേഷനിലും പല എക്സ്പ്രഷൻ ആയിരിക്കും പൊട്ടൻഷ്യലിനുണ്ടാകുന്നത്. ആൻഡ് ദിസ് ഇസ് എ ടോട്ടൽ എനർജി, ആൻഡ് ദിസ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? പി സ്ക്വയർ ബൈ 2m അതിൻ്റെ അസോസിയേറ്റഡ് ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യലിന് അസോസിയേറ്റ് ചെയ്ത ഓപ്പറേറ്റർ, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ദിസ് ഇസ് എ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എച്ച്. ഇതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റർ. അതുപോലെ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എൽ എന്നാണ്, എൽ എന്ന ലെറ്റർ. ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഇസ് ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇപ്പോൾ ഏത് ക്വാണ്ടിറ്റിയുടെ ആണെങ്കിലും റൊട്ടേഷണൽ മോഷനിൽ അല്ലെങ്കിൽ ആംഗുലാർ ഒരു കറസ്പോണ്ടിങ് ഫാക്ടർ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആർക്ക് ക്രോസ് ആണ്, ആർക്ക് ക്രോസ് ലീനിയർ മൊമെൻറ്റം. ദാറ്റ് ഇസ് ആംഗുലാർ മൊമെൻറ്റം. ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്റ്റർ ആണ്. ആർ ക്രോസ് പി നമ്മൾ എങ്ങനെയാണ് ഐ ജെ കെ എന്ന് പറയും അല്ലേ. ഇവിടെ E1, E2, E3 ഇസ് ദ ബേസിസ് വെക്റ്റേഴ്സ്. ദെൻ എക്സ് വൈ ഇസഡ്, ആറിൻ്റെ കമ്പോണൻസ്, പിയുടെ കമ്പോണൻറ്റ് പി എക്സ്, പി വൈ, പി ഇസഡ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എൽ എക്സ് എന്താണ്, എൽ വൈ എന്താണ്, എൽ ഇസഡ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ എൽ എക്സ് എങ്ങനെയാണ് കാണുന്നത്? ദിസ് കോളം, ദിസ് റോ. ഈ കോളം ഈ റോയും ഒഴിവാക്കുക. ആൻഡ് ദെൻ വൈ പി ഇസഡ് അല്ലേ, ഈ ഡയറക്ഷൻ വൈ പി ഇസഡ് മൈനസ് ഇസഡ് പി വൈ, വൈ പി ഇസഡ് മൈനസ് ഇസഡ് പി വൈ. അപ്പം അതുപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് കാണാം, തേർഡ് കമ്പോണൻറ്റ്. And that is the angular momentum operator. Then the third postulate
3, postulate 3, and that is related to expectation value. Expectation value എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ ഇൻ എ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഇൻ എ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഒരു സെറ്റ് ഓഫ് മെഷർമെൻറ്റ് എടുക്കുമ്പം പല വാല്യൂസ് കിട്ടും. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ നമ്മൾ അതിനാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് മാത്തമാറ്റിക്കലി the expression for this is, quantum mechanically, expectation value is minus infinity to infinity psi star a psi d tau by minus infinity to infinity psi star psi d tau. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ, നോർമലൈസ്ഡ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? നോം ഈക്വൽ ടു 1. നോം എന്ന് പറയുന്നത് എന്താണ്? സൈ അല്ലേ? സ്കെയിലർ പ്രൊഡക്റ്റ് ഓർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സൈ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സൈ ഇസ് സൈ സ്റ്റാർ സൈ ഡീറ്റ. ഇഫ് ദ വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്, ദിസ് നോം, ഇതാണ് നോം അല്ലേ? നോം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇസ് minus infinity to infinity psi star a psi ഡീറ്റ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയൊക്കെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്. ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു, ഈ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പോസ്റ്റ്ലേറ്റ് 3 ആണ്. ദെൻ ദ പോസ്റ്റ്ലേറ്റ് 4 ഇസ് റിലേറ്റഡ് ടു ഐഗൻ വാല്യൂ. അപ്പോൾ ഐഗൻ വാല്യൂ എന്താണെന്ന് അറിയാം നമുക്ക് ഓൾറെഡി അല്ലേ? ഐഗൻ വാല്യൂ ഇസ് എക്സ്പെരിമെൻ്റലി മെഷേർഡ് വാല്യൂ. ദെൻ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. അതിൽ ഓപ്പറേറ്റർ, ഐഗൻ ഫംഗ്ഷൻ, ഐഗൻ വാല്യൂ ഇതെല്ലാം ഉണ്ട്. ദാറ്റ് ഇസ് എ ഫോർത്ത് പോസ്റ്റ്ലേറ്റ്. ആൻഡ് ദ ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ് ഇസ് റിലേറ്റഡ് ടു ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് എ ക്വാണ്ടം സിസ്റ്റം. ടൈം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇക്വേഷൻ ഓഫ് മോഷൻ. ആൻഡ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇസ് I h cut ഡോ ബൈ ഡോ ടി. ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്താണ്? എനർജിയുടെ ഓപ്പറേറ്റർ ആണല്ലേ? ഡോ ബൈ ഡോ ടി സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു എച്ച് സൈ ആർ ടി. ആൻഡ് ദിസ് ഇസ് എ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, or the equation describing the time evolution, how the system evolves or how the system changes after a time t. That is the equation of motion, and that is the fifth postulate. അപ്പോൾ ഇങ്ങനെ 5 പോസ്റ്റ്ലേറ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ വേവ് ഫംഗ്ഷൻ, സെക്കൻഡ് വൺ റിലേറ്റഡ് ടു ഓപ്പറേറ്റർ, തേർഡ് is the expectation value, fourth is the eigenvalue, and fifth is the equation of motion. So these are the postulates of quantum mechanics.